കോൺഗ്രസിൻ്റെ ഗ്രൂപ്പിസം കൊണ്ടല്ല അവരുടെ. ഞാൻ എപ്പോഴും പറയാം, കോൺഗ്രസിൻ്റെ ഗ്രൂപ്പിസം ഒന്നും കോൺഗ്രസിന് ദോഷമല്ല, ഗുണം തന്നെയാണ്. കരുണാകരനും ആൻ്റണിയും തമ്മിൽ ഏറ്റവും അധികം അടിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ കൂടുതൽ വളരുകയായിരുന്നു കേരളത്തിൽ. ബട്ട് ഇപ്പോൾ പറ്റിയെന്ന് വെച്ചാൽ കരുണാകരൻ്റെയോ ആൻ്റണിയുടെയോ സ്റ്റേച്ചറുള്ള നേതാവില്ല. രണ്ടുപേരും സ്റ്റേച്ചറുള്ള നേതാക്കന്മാരായിരുന്നു, ആൻ്റണിയും കരുണാകരനും. അവരുടെ അടി കാണാനൊരു രസമായിരുന്നു, ഒരു ആഢ്യത്വമുള്ള അടിയായിരുന്നു, അടിയും തിരിച്ചടിയുമില്ല. ഇപ്പോൾ അത് പോയിട്ട് കച്ചറയായി, സ്റ്റേച്ചറൊട്ടിയില്ല താനും. ഇഷ്യൂസൊക്കെ വളരെ ബാലിശമായ കാര്യങ്ങളിലൊക്കെ ഉടക്കുക, പിടിക്കുക, മൈക്ക് മാറ്റി വെച്ച് വഴക്കുണ്ടാക്കിയില്ല സതീശനും. അതൊക്കെ വളരെ ലോ ലെവൽ ഫൈറ്റാണ്, അന്യോന്യം തോൽപ്പിക്കാനുള്ള ഫൈറ്റാണ്. അതാണ് അവരുടെ ദോഷം. അവർക്ക് ദേ ഹാവ് സ്റ്റിൽ ഹാവ് ടൈം ടു കറക്റ്റ്. തെരഞ്ഞെടുപ്പ് ഇനിയിപ്പോൾ വരുന്നല്ലേ ഉള്ളൂ, 26-ലല്ലേ ഉള്ളൂ. ഇപ്പോഴും അവർക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ അതിന് പറ്റിയ പേഴ്സണാലിറ്റീസ് ഇല്ല. അതാണ് അവരുടെയും ദൗർബല്യം. അവർക്ക് നരേറ്റീവ് ഇല്ല. ഒന്നാമത് കോൺഗ്രസ്സിൽ നിറച്ച് കമ്മ്യൂണിസ്റ്റുകാരാണ്. അത് സതീശനാണ് ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ്, പിണറായിയേക്കാൾ വലിയ കമ്മ്യൂണിസ്റ്റ്. ഞങ്ങൾ യഥാർത്ഥ ഇടതുപക്ഷം എന്ന് പറഞ്ഞ് ലേഖനം എഴുതി സതീശൻ. അതിന് മലയാളം വരിയിലായിരുന്നു. തലക്കെട്ടൊരു പക്ഷേ മലയാളം വരികക്കാർ കൊടുത്തതായിരിക്കാം. ഏതായാലും ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷം എന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവായിക്കഴിഞ്ഞ് ആദ്യമായിട്ട് വി ഡി സതീശൻ പേര് വെച്ചെഴുതുന്ന ലേഖനം മലയാളം വരിയിലാണ് വന്നത്. അതിൻ്റെ തലക്കെട്ട് ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷം എന്നാണ്. ഞാൻ മനസ്സിൽ വിചാരിച്ചു, സത്യമാണ്, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനാണ്. അപ്പോൾ കോൺഗ്രസ്സുകാരുടെ എണ്ണം വളരെ കുറവാണ്. അത് അവർക്കൊരു വലിയ വിലങ്ങുതടിയായിട്ട് നിൽക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.